ഫ്രണ്ട്സ്, ഇനി നമുക്ക് എങ്ങനെ കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം ഗൂഗിളിനകത്ത് നോക്കാം. സോ ഇപ്പം വരെ നമ്മൾ ഓൾറെഡി 2 ടൈപ്സ് ഓഫ് റീമാർക്കറ്റിംഗ് കോഡ് സെറ്റപ്പ് ചെയ്ത്. സോ നൗ ലെറ്റ്സ് ഗോ ടു ഗൂഗിൾ ആഡ്സ്. സോ ഇവിടെ നമ്മൾ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ഒരു ലിസ്റ്റ് ഇട്ടുണ്ട്. സോ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ട്രാഫിക്കും കാണിക്കാൻ തുടങ്ങും. സോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ യുവർ ഡാറ്റ ഇൻസൈറ്റ്സിനകത്ത് പോകണം. ഇവിടെയാണ് നമ്മൾ ബേസിക്കലി കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് റീമാർക്കറ്റിംഗിന് വേണ്ടി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിക്ക് ഓൺ ദ പ്ലസ് ഐക്കോൺ. സോ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്: വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, ആപ്പ്, യൂട്യൂബ്, കസ്റ്റം ലിസ്റ്റ്, കസ്റ്റം കോമ്പിനേഷൻ. സോ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. സോ വെബ്സൈറ്റ് വിസിറ്റേഴ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വെബ്സൈറ്റ്സിൻ്റെ ബേസിസിൽ ഒരുപാട് ഓഡിയൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മളാണ് ബേസിക്കലി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു വിസിറ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കാം. ആരാണ് നമ്മുടെ വെബ്സൈറ്റ്സ് മൊത്തം വിസിറ്റ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ഉണ്ട്. സോ വിസിറ്റർ ഓഫ് എ സ്പെസിഫിക് പേജ്, വിസിറ്റർ എ പേജ് ഓൾസോ വിസിറ്റഡ് അനദർ പേജ്, ദെൻ വിസിറ്റർ ഓഫ് പേജ് ഹു ഡിഡ് നോട്ട് വിസിറ്റഡ് അനദർ പേജ്. സോ ഇതിവിടെ എല്ലാം നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ വിസിറ്റർ ഓഫ് ദ പേജ് ഹു ആൾസോ വിസിറ്റഡ് അനദർ പേജ്. ലൈക്ക് ഇപ്പം നമ്മുടെ ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മുടെ താങ്ക് യു പേജ് വിസിറ്റ് ചെയ്ത്. സോ അയാൾ നമ്മുടെ കസ്റ്റമറാണ്. സോ വി ക്യാൻ കൺസിഡർ ദം ആസ് എ കസ്റ്റമർ. ഇപ്പോൾ 2 സ്പെസിഫിക് പേജസ് അയാൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ദം ആസ് അവർ കസ്റ്റമർ. അതേപോലെ തന്നെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. വിസിറ്റർ പേജസ് ഡ്യൂറിങ് സ്പെസിഫിക് ഡേറ്റ്സ്, നമ്മുടെ ആ സ്പെസിഫിക് ഡേറ്റ്സിനകത്ത് എത്ര പേര് വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ വിസിറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ എന്തെങ്കിലും റൺ ചെയ്യുന്നുണ്ട്, ആ സ്പെസിഫിക് ടൈമിനകത്ത് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ അനലൈസ് ദാറ്റ് ഓക്കെ ക്യാമ്പയിൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നോ ഇല്ലേനെ. ദെൻ വിസിറ്റർ ഓഫ് എ പേജ് വിത്ത് സ്പെസിഫിക് ടാഗ്സ്, നമുക്ക് ടാഗ്സ് കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ പേജസിന് വേണ്ടി. ആ ടാഗ് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ആ പർട്ടിക്കുലർ ടാഗ്സിനകത്ത് എത്ര പേരാണ് വന്നിരിക്കുന്നത്. So these are the some options we can use for setting up our segment membership. For example, നമുക്ക് വിസിറ്റർ ഓഫ് എ പേജ് ഹു ഡിഡ് നോട്ട് വിസിറ്റഡ് അനദർ പേജ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ബേസിക്കലി നമ്മുടെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലാൻഡിംഗ് പേജ് വിസിറ്റ് ചെയ്ത് നമ്മുടെ താങ്ക് യു പേജ് വിസിറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് മീൻസ് അവർ ഇപ്പോഴും നമ്മൾ റീടാർഗറ്റ് ചെയ്യാം, ബിക്കോസ് അവർ നമ്മുടെ കസ്റ്റമർ ആയിട്ടില്ല. സോ അതിനുവേണ്ടി നമ്മളിവിടെ പേജ് URL കണ്ടെയ്ൻസ്. സോ ഇപ്പോൾ നമ്മളൊരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ലാൻഡിംഗ് പേജ് ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എക്സാമ്പിൾ, ലൈക്ക് ഇതാണ് നമ്മുടെ ഹോം പേജ്, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ബട്ട് നമ്മുടെ താങ്ക് യു പേജിനകത്തോട്ട് ചെന്നില്ല. സോ നമ്മൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യും, ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് പേജ് URLനകത്ത് ആ URL മാത്രം ഇടും. സോ ഇവിടെ നമുക്ക് ഓർ ഓപ്ഷൻ ഉണ്ട്, ആൻഡ് ഓപ്ഷൻ ഉണ്ട്. സോ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് പോകാം. അല്ലെ പിന്നെ ഓർ ലൈക്ക് ഹോം പേജ് വന്ന്, അല്ലെ പിന്നെ ലാൻഡിംഗ് പേജ് വന്ന്, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആർ ദെയർ ടു ക്രിയേറ്റ് എ കസ്റ്റം ഓഡിയൻസ് ഓവർ ഹിയർ. ഓർ സോ ഈ പേജ് വേണം, പിന്നെ ഈ പേജ് വേണം. സോ 2 പേജ് വേണമെങ്കിൽ ഓർ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇവിടെ ഇത് അൺവിസിറ്റഡ് പേജസ് ആണ്. ഇത് നമ്മുടെ താങ്ക് യു പേജസ് ആയിരിക്കും. അന്നേരമല്ലോ നമുക്ക് താങ്ക് യുവിനകത്ത് ആൾ വന്നില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ ദിസ് വിൽ ബി ലൈക്ക് അവർ താങ്ക് യു പേജ് ആയിരിക്കും. സോ വി വിൽ ബി ഫോക്കസിങ് ഓൺ പേജ് URL കണ്ടെയ്ൻസ് താങ്ക് യു. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ താങ്ക് യു പേജസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ താങ്ക് യു പേജസ് ആൻഡിൽ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഓറിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു പേജ് മിക്കവാറും നമ്മൾ ഓറിലാണ് ആഡ് ചെയ്യുന്നത്. ഏതെങ്കിലും താങ്ക് യു പേജിൽ വന്നാൽ മതി. ഇപ്പം സ്പെസിഫിക്കലി നമ്മൾ ഒരേ ക്യാമ്പയിന് വേണ്ടി മൾട്ടിപ്പിൾ താങ്ക് യു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ താങ്ക് യു പേജസ് നമ്മളവിടെ ആഡ് ചെയ്യാം. സോ ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവർ ബേസിക്കലി ആരാണ്, വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആണ്, ബട്ട് നമ്മുടെ കസ്റ്റമർ അല്ല. ഇതാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ഓഡിയൻസ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്. സോ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗിവ് ദ നെയിം. ഇത് വെബ്സൈറ്റ് വിസിറ്റർ ആണ്, ബട്ട് നോട്ട് ലീഡ്. സോ ഇപ്പോൾ ലീഡ് ആയിട്ടില്ല. നമ്മൾ ഇവരെ എന്താ ചെയ്യുന്നത്, റീടാർഗറ്റ് ചെയ്യാൻ പോവാണ് വിത്ത് ഓഫർ, ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കാൻ പോകും. അഗെയിൻ വി വിൽ ബി ലൈക്ക് വർക്കിംഗ് ബേസ്ഡ് ഓൺ ഈ പർട്ടിക്കുലർ ഡാറ്റ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്യാമ്പയിൻസും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ പ്രീഫിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ഡാറ്റ ഇവരുടെ ഹിസ്റ്ററിയിൽ കാണും. ആരാണ് ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തത് ലാസ്റ്റ് 30 ഡേയ്സിൽ. ആ ഡാറ്റ ഫില്ല് ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ട് തുടങ്ങണോ. സോ ഓൾവേസ് റിക്കമെൻഡഡ് ലൈക്ക് ഇപ്പം എന്താ പറയുന്നത്, ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ല. ബിക്കോസ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയ മുതൽ കറക്റ്റായിട്ട് ഡാറ്റാസ് കിട്ടും. ബിക്കോസ് പ്രീഫിലിനകത്ത് ഇപ്പം ഗൂഗിളിനകത്ത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടില്ല, അനാലിറ്റിക്സ് വെരിഫൈ ചെയ്യില്ല, സെർച്ച് കൺസോൾ ചെയ്തിട്ടില്ല, എങ്ങനെ അവർക്ക് ആ ഡാറ്റ കറക്റ്റായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വരത്തില്ല. ബട്ട് ഇംപെറ്റി ലൈക്ക് ഇത് സെഗ്മെൻറ്റ് ഇന്നോട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇന്നോട്ട് എത്ര പേര് എൻ്റെ സൈറ്റിനകത്ത് വരുന്നത് അവരെ എല്ലാവർക്കും നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഇതിനെ എന്താ ചെയ്യുന്നത്, ഓപ്റ്റിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ലൈക്ക് അവർ goal. So we will be going with the start with an empty segment. So empty segments ഓഡിയൻസിനെ മാത്രമായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ സെഗ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നത്. സോ
Autofill segment with the people who match the rule within past 30 days. ഇപ്പം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ അടുത്തുള്ള ഡാറ്റ ലൈക്ക് 30 ഡേയ്സിൻ്റെ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഇവരെന്താ ചെയ്യും, ആ ഡാറ്റേനെ ഈ പെർട്ടിക്കുലർ ഓഡിയൻസിനകത്ത് ഫില്ല് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കണക്ട് ലൈക്ക് 30 ഡേയ്സിൻ്റെ ഡാറ്റ നമുക്ക് എടുത്തു നോക്കാം. സോ ഇനിയിപ്പം വരുന്ന മെമ്പർഷിപ്പ് ഡ്യൂറേഷൻ ആണ്. ഒരാൾ നമ്മുടെ മെമ്പർഷിപ്പ് എത്ര നാൾ വരെ നമ്മുടെ ഈ ഓഡിയൻസിനകത്ത് കടക്കണം. സോ അപ് ടു 540 ഡേയ്സ് ലൈക്ക് 1.5 ഇയർ. 1.5 ഇയർ വരെയും ആളുകൾക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവരെ നമ്മുടെ കുക്കീസിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും. സോ യു ക്യാൻ ക്രിയേറ്റ് എത്ര ദിവസം നിങ്ങൾക്ക് വേണം. സോ മെമ്പർഷിപ്പ് ഡ്യൂറേഷൻ യു ക്യാൻ ടാർഗറ്റ് ലൈക്ക് എത്ര ഡ്യൂറേഷൻ വരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, 30 ഡേയ്സ്, 60 ഡേയ്സ്, 90 ഡേയ്സ്, 120 ഡേയ്സ്. സോ ബേസിക്കലി ഇവിടെ നമ്മളൊരു സ്ട്രാറ്റജിക്കലി ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. നമ്മൾ ലൈക്ക് 7 ഡേയ്സ് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യും, ദെൻ 14 ഡേയ്സ് ക്രിയേറ്റ് ചെയ്യും, ദെൻ 21 ഡേയ്സ് ക്രിയേറ്റ് ചെയ്യും, ദെൻ 30 ഡേയ്സ് ക്രിയേറ്റ് ചെയ്യും. സോ ഇത് ഇവിടെ നമ്മളൊരു ഓഫേഴ്സ് കോമ്പിനേഷൻസിനകത്ത് കളിക്കും. ലൈക്ക് ഫസ്റ്റ് 7 ഡേയ്സിന് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് ആയിരിക്കും, 14 ഡേയ്സ് ഉള്ള ഓഡിയൻസിനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കും, 21 ഡേയ്സ് ഉള്ള ഓഡിയൻസിന് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. ബിക്കോസ് ദ ബൈയിങ് ഓപ്ഷനകത്ത് അവർ അത്ര ദൂരെ ആയിപ്പോയി, ഫനലിനകത്ത് അത്ര ദൂരെ ആയിപ്പോയി. ഇനി അവരെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യണം, നല്ല ഗുഡ് ഓഫേഴ്സ് ഓഫർ ചെയ്യാൻ പറ്റണം, എന്നാലും മാത്രമേ എനിക്ക് ആ ഓഡിയൻസിനെ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മെമ്പർഷിപ്പ് ഡ്യൂറേഷൻ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഡ്യൂറേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡ്യൂറേഷൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആയിട്ട് ക്യാമ്പയിൻസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത് വലിയൊരു സെഗ്മെൻ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ അഡ്വാൻസ് സെഗ്മെൻറ്റ് എന്ന് നമ്മൾ പറയാം. ഇവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓപ്റ്റിമൈസേഷൻ ലേബലിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ റിസൾട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എക്സാമ്പിൾ ലൈക്ക് 540 ഡേയ്സ് വരെ നമ്മൾ ഈ ഒരു ഓഡിയൻസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ആഡ്. ദെൻ ദിസ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ പാർട്ട്. സോ ഇവിടെ നമുക്കൊരു ബ്രീഫ് ഡിസ്കഷൻ കൊടുക്കാം, ഡീറ്റെയിൽസ് കൊടുക്കാം ഈ ഓഡിയൻസിനെ പറ്റി. ഇവരാരാണ്, ദ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആണ്, ബട്ട് ഇവർ ലീഡ് ആയിട്ടില്ല, എത്ര നാൾ മുതൽ നമ്മൾ ഈ ഓഡിയൻസ് ഉണ്ട്, like how much time like they are in our funnel. So they are from 540 days. So 540 days മുതൽ അവർ ആ ഫനലിനകത്തുണ്ട്. സോ അത് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് സെഗ്മെൻറ്റ്. സോ ഇത് ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലേറ്റിംഗ് ആണ്, കണ്ടൻറ്റ് ഇപ്പോൾ എടുത്തിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. സോ ഒരു ഓഡിയൻസ് ഓൾ വിസിറ്റേഴ്സ് ഗൂഗിൾ ആഡ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഗൂഗിൾ ആഡ്സ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. ദെൻ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് വിസിറ്റേഴ്സ് നോ ലീഡ്, നോട്ട് എ ലീഡ്. സോ 2 ഓഡിയൻസിനെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്ത്. സോ ഇതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലേബലിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓഡിയൻസ്, കസ്റ്റം ഓഡിയൻസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.